ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം മുദാകരാത്തമോദകം സദാ വിമുക്തിസാധകം കലാധരാവതംസകം വിലാസിലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നതാശുഭാശുനാശകം നമാമീതം വിനായകം. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനീ സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈः. മാണിക്യപ്രതിമപ്രഭാം ഹിമനിഭൈത്തുംഗൈശ്ചതുർഭിർഗജൈः ഹസ്താഗ്രാഹിതരത്നകുംഭസലിലൈരാസിച്യമാനം മുദാ ഹസ്താബ്ജൈർവരദാനമംബുജയുഗ ഭീതിർദധാനാം ഹരികാന്താം കാംക്ഷിതപാരിജാതലതീകാം വന്ദേ സരോജാസനാം. ഓം ശ്രീമാത്രേ നമഃ. ശ്രീ മഹാരാജ്ഞി. ശ്രീമാത കഴിഞ്ഞാൽ അടുത്ത നാമമാണ് ശ്രീ മഹാരാജ്ഞി. രാജ്ഞി എന്നുള്ളത് എന്താണ്? രാജൻ എന്ന പുല്ലിംഗത്തിന്റെ സ്ത്രീലിംഗ പദമാണ് അല്ലെ. രാജൻ, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? രാജ്ഞി എന്നാണ് അല്ലെ. ഇവിടെ എന്താ? ശ്രീ മഹാരാജ്ഞിയാണ്. നേരത്തെ ശ്രീ എന്ന ആ അക്ഷരത്തിന്റെ അർത്ഥവ്യാപ്തിയെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലെ, ചിന്തിച്ചു. ഇനി ശ്രീ മഹാരാജ്ഞിയാണ്. ആ അമ്മ മഹാരാജ്ഞിയാണ്, സാധാരണ രാജ്ഞിയാണ്. മഹാരാജാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ നിത്യജീവിതത്തില് ഈ ഭൂമിയില് പല രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, രാജ്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഭാരത രാജ്യഭരണമായിരുന്ന കാലത്തൊക്കെ കുറെ ആൾക്കാർ രാജാക്കൻ. ഈ ഭാരതം മാത്രമേ അവർക്ക് ഇതിന്റെ മാത്രം, അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ ലണ്ടനിലോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഞാൻ അവിടുത്തെ രാജാവാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഭാരതത്തിലെ രാജാവാന്ന് പറയാം, മഹാരാജാവ് എന്ന് പറഞ്ഞാലും ശരി, ആ ടൈറ്റിൽ കിട്ടിയാലും ശരി. പക്ഷേ ഇവിടെ ദേവി എന്നല്ല, മഹാരാജ്ഞിയാണ്. ഇവിടെ മഹാ എന്ന മഹത്തായിരിക്കുന്ന രാജ്ഞിയാണ് എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഒക്കെ, അല്ലെങ്കിൽ 14 അതലം വിതലം സുതലം തലാതലം രസാതലം പാതാളം എന്നൊക്കെ ഉള്ള എന്താ പറയാ, ആധോലോകങ്ങളുടെയും അല്ലെങ്കിൽ ഊർധ്വലോകങ്ങള്, ഭൂലോകം, ഭൂർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം, ഇങ്ങനെയുള്ള ഊർധ്വലോകങ്ങൾ 14 ലോകങ്ങളാണ്. നമ്മൾ കണ്ടുണ്ടോന്നും ശരില്ല, എന്നാലും ഈ നമ്മളുടെ നാരായണ സൂക്തത്തിലൊക്കെ പറയുന്നത് യച്ഛകിഞ്ചി ജഗത് സർവം ദൃശ്യതേ ശ്രൂയതേപിവ അന്തർബഹിച്ച തത്സർവം വ്യാപ്യ നാരായണ സ്ഥിത എന്നാണ്. നമ്മളെ കണ്ണുകൾ കൊണ്ട് കാണുന്നത്, കാണാത്തത്, അല്ലെങ്കിൽ കാതുകൾ കേൾക്കുന്നത്, കേൾക്കാത്തത്, എവിടൊക്കെയാണ് എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിന്റെയൊക്കെ അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈശ്വര ചൈതന്യം. അപ്പൊ ഇവിടെ മഹാരാജ്ഞിയാണ് എന്ന് പറയുമ്പോ മഹത്തായ അല്ലെങ്കിൽ ശ്രീമത്തായിട്ടുള്ള, ശ്രീ മഹാരാജ്ഞിയാണ്, ശ്രീമത്തായിട്ടുള്ള മഹാരാജ്ഞിയാണ്. ഇവിടെ ഭൂമിയിലെ രാജാക്കന്മാരുടെ രാജ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ രാജാധികാരം എന്നുള്ളത് ദേശപരിധിയുള്ളതും കാലപരിധിയും ഉള്ളതൊക്കെയാണ് അല്ലെ. ഇപ്പോ ഭാരതം എടുത്തു നോക്കൂ, ഭാരതത്തിനുള്ളിലേ ഉള്ളൂ, ആ ദേശത്തെ രാജാവാണ് അയാൾ, മഹാരാജാവ് അല്ലെങ്കിൽ രാജ്ഞിയാണെങ്കിൽ രാജ്ഞി. ഇനി അയാൾക്ക് ഒരു 120 വയസ്സ് വരെ ജീവിക്കുക വിചാരിക്കുക, അത്ര ആ കാലം വരെ ഉള്ളൂ. 120 വയസ്സ് വരെ അയാൾ അവിടുത്തെ രാജാവോ രാജ്ഞിയോ എന്ന് പറയാം. പക്ഷെ ഇവിടെ പരാശക്തി ശ്രീ മഹാരാജ്ഞിയാണ്. ആ രാജ്ഞി ഈ 14 ലോകങ്ങളുടെ അല്ലെങ്കിൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഒക്കെ രാജ്ഞിയാണ്. അങ്ങനെ വരുമ്പോ
ദേവിക്ക്, പരാശക്തിക്ക് ആ രാജപദവിയില് അല്ലെങ്കിൽ ആ രാജ്ഞിയുടെ ആ പദവിയില് ഒരു വിധത്തിലുള്ള ദേശപരിധികളോ കാലപരിധികളോ ഇല്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? പരാശക്തിയുടെ ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ രാജ്ഞി എന്ന ആ ദേവിക്ക് ദേശപരിധിയില്ല, കാലപരിധിയില്ല. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഒക്കെ രാജ്ഞിയാണ്. 14 ലോകങ്ങളുടെയൊക്കെ രാജ്ഞിയാണ് എന്നുകൂടെ നമ്മൾ ആ നാമത്തിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കണക്കാക്കാൻ സാധിക്കാത്ത ലോകങ്ങളുടെ അല്ലെങ്കിൽ ഒക്കെ അർത്ഥം അതിന് കാണാം മഹാ എന്നുള്ളത്. അല്ലെങ്കിൽ ശ്രേഷ്ഠതയുള്ള, കണക്കാക്കാൻ സാധിക്കാത്ത മഹാ എന്നൊക്കെ പറയാം. ശ്രീ ശ്രേഷ്ഠതയുള്ള, കണക്കാക്കാൻ അല്ലെങ്കിൽ മേയം ചെയ്യുവാൻ, അളന്നെടുക്കുവാൻ സാധിക്കാത്ത, അത്ര മേയം ചെയ്യുവാൻ സാധിക്കാത്ത ലോകങ്ങളുടെ ഒക്കെ അധികാരിയാണ് ദേവി എന്ന ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ശ്രീ മഹാരാജ്ഞിയാണ്, മഹത്തായിട്ടുള്ള, ശ്രീമത്തായിട്ടുള്ള മഹാരാജ്ഞിയാണ് എന്ന് ഈ നാമത്തിലൂടെ മനസ്സിലാക്കുക.